ആദ്യം തന്നെ നമ്മുടെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം കഴിക്കണ്ടേ. ഇന്ന് നമ്മൾ കിടുക്ക ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ, ചില്ലി ചിക്കൻ. അതായത് ചില്ലി ചിക്കൻ ഡ്രൈ. ഇത് ഇനിയും കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് ഓടണ്ട, റെസ്റ്റോറൻറ്റിലേക്ക് ഓടണ്ട, വീട്ടിൽ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ടക്കാന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. ദേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിളായ സവോളയൊക്കെ ദേ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ദേ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക. കണ്ടില്ലേ? കൂടെ ക്യാപ്സിക്കയും അതുപോലെ തന്നെ ഡൈസായിട്ടൊക്കെ കട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നല്ല നല്ല കമൻറ്റുകൾ. അപ്പോൾ ലൈക്ക് ഇടുന്നതനുസരിച്ചാണ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുള്ളൂ. നിങ്ങളങ്ങ് കാണുന്നതനുസരിച്ചൊക്കെ ലൈക്ക് ഇങ്ങ് കിട്ടും. അപ്പം നമുക്കൊരു സന്തോഷമാവും. എന്നിട്ട് ഇതേ സവോള ഇതുപോലെ ചെറുതായി അരിയുക, പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിയുക. എന്നിട്ട് ഇതിന് വേണ്ട ബാറ്റർ ആദ്യം ഉണ്ടാക്കാം. ആദ്യം മൈദ ഇട്ടു, എന്നിട്ട് 2 ബൗൾ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു 2 മുട്ടയും കൂടെ ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്, പിന്നെ ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി ഉപ്പും ഒരു ഇച്ചിരി കുരുമുളക് പൊടി, എന്നിട്ട് ഡാർക്ക് സോയയും കൂടെ മുകളിലേക്ക് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇവനങ്ങ് കലക്കുക. നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം കേട്ടോ ഈ ബാറ്റർ. ആദ്യം ഒരു ഇച്ചിരി ടൈറ്റാകെ തോന്നും. ഇപ്പം നിങ്ങൾ കൈയിട്ട് ഇളക്കിയാലും ഒരു കുഴപ്പമില്ല. കൈയിട്ട് ഇളക്കി നല്ല സോഫ്റ്റ് മയത്തിലാക്കിയെടുക്കാം. ശേഷം ചിക്കനിലേക്ക് കുറച്ച് ചില്ലി പേസ്റ്റ്, 2 ലെമൺ ബിഞ്ച് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഒരു വേറെ ലെവലിൽ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇവനങ്ങ് മൊത്തത്തിലങ്ങ് തിരുമ്മി ഇങ്ങ് പിടിപ്പിക്കുക. ഒരു ഇച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇവനങ്ങ് മൊത്തത്തിലങ്ങ് തിരുമ്മി മസാലയൊക്കെ പിടിപ്പിച്ചങ്ങ് വെച്ച ശേഷം ആ ബാറ്ററിലേക്ക് ഒരു മറിക്കുക. എന്നിട്ടിത് ഇതുപോലെ എടുത്തൊരു മറിക്കുക. എന്നിട്ടിത് മൊത്തത്തിലങ്ങ് ചിക്കനിലങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ വെക്കുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. കണ്ടില്ലേ? ശേഷം നമ്മളിതേ പരിപാടി തുടങ്ങി. ആദ്യം തീ പിടിപ്പിച്ചു. ശേഷം ഓയിൽ കടായി ചൂടാക്കി. അതിനുശേഷം ഓയിൽ ആവശ്യത്തിന് ഓയിലെടുത്ത് ഒഴിക്കുക. വീട്ടിലാകുമ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് വേണം കേട്ടോ ഓയിലേക്ക്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക. കണ്ടോ? ഇതുപോലെ ചിക്കൻ കറക്റ്റ് ചൂടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ബാറ്റർ എല്ലാം കൂടെ പൊളിഞ്ഞ് ചിക്കൻ ആകെപ്പാടെ ഒരു രൂപവും ഷേപ്പും ഒന്നും ഇല്ലാതാകും. അതുകൊണ്ട് ചൂട് കറക്റ്റായ ശേഷം വേണം ചിക്കൻ അതിലേക്ക് ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല ലാസ്റ്റ് എന്നിട്ട് ആ ചിക്കനിലെ കോട്ടിങ് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാം. ഈ രൂപത്തിലാകുമ്പോൾ ഇവനെങ്ങ് കോരി അങ്ങ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് മറിച്ചിടാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. ഇത് രണ്ടും ചെയ്താലേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ എത്തേണ്ടവരിലേക്ക് എത്താനും കാണാനും സന്തോഷിക്കാനും അതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമുക്കെല്ലാം വേണ്ടത്. അപ്പോൾ ഒന്നും നോക്കണേ, കണ്ണടച്ചങ്ങ് ലൈക്ക് അടിച്ചു കേട്ടോ ചങ്ങാതിമാരെ. കാണുന്നവരൊക്കെ അങ്ങ് ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ വലിയ കാര്യം. എന്നിട്ട് ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ അടുത്ത പരിപാടി ഇനി സോസ് ഉണ്ടാക്കലാണ്. ആദ്യം തന്നെ കടായി ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി ഒന്ന് ലൈറ്റ് റോസ്റ്റായി കഴിയുമ്പോഴേക്ക് വെളുത്തുള്ളിയും കൂടെ എടുത്ത് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇവൻ രണ്ടും ഒരു കളറിൻ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ എടുത്ത് മറിച്ച് അവനെയും ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് സവോള ചെറുതായി എരിഞ്ഞ സവോളയും കണ്ടെത്തി ഒരു ലാഡിലെടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുക. ഒരു ലൈറ്റ് കളറാകുന്നവരെ വേണം ഇവനെ റോസ്റ്റ് ചെയ്യാൻ. ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയും കൂടെ വേണം ഇട്ട് കൊടുത്തു, കുറച്ച് സെല്ലറിയും കൂടെ ഇട്ട് കൊടുത്തു. ഒരു കുഴപ്പമില്ല. ഈ രണ്ടും കൂടെ ഇട്ട് ഇവനെങ്ങനെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടി കേട്ടോ നമ്മൾ ചില്ലി പേസ്റ്റ് ഇടുന്നത് കേട്ടോ. ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചില്ലി പേസ്റ്റ് അതിലിട്ടൊന്ന് കുക്കാക്കുക. കാരണം ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ കച്ചപ്പത്തെ ഇതുപോലെ വാരി ഒഴിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ആ ടൊമാറ്റോയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറും. കുറച്ച് ചില്ലി പേസ്റ്റും കണ്ടല്ലേ, ഗ്രീൻ ചില്ലി പേസ്റ്റ് കേട്ടോ. കുറച്ച് സോയ സോസും കൂടെ ഇട്ട് ഇവനെ ഇങ്ങനെ നല്ലവണ്ണം കുക്ക് ചെയ്യുക. അപ്പോൾ ആ മൊത്തത്തിലുള്ള പച്ചപ്പൊക്കെ വേണം. എന്നിട്ടൊരു സീക്രട്ടാണ് ഓയിസ്റ്റർ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അധികം കഴിക്കില്ല, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ഓണിയനോ ഒക്കെ ഇതിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇവനൊന്ന് വാടി വരാവുള്ളൂ കേട്ടോ. ഇതാവല്ലോ ഒന്ന് വാടി വരുന്ന രൂപത്തിലാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് മറിക്കാൻ പറ്റുവാണെങ്കിൽ മറിച്ച് നോക്കി. വീട്ടിലും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി വേണം കേട്ടോ മറിക്കാൻ. അല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവസാനം ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇച്ചിരി ഉപ്പ്, കുരുമുളക് പൊടി, ഇച്ചിരി പഞ്ചസാര, ഈ സാധനം എല്ലാം കൂടെ ഇട്ട് ഇവനൊന്ന് മിക്സ് ചെയ്യാം.
ഉപ്പൊക്കെ നോക്കി വേണം ഇടാൻ കേട്ടോ. കാരണം ഓൾറെഡി സോയാ സോസ് ഉണ്ട്, പിന്നെ ചിക്കനിൽ ഉപ്പുണ്ട്. ഇതെല്ലാം കൂടെ നോക്കി വേണം ഉപ്പിടാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇവനെ ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ടോസ് ചെയ്യുക. ഇതും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മറിച്ച് നോക്കുക. നോക്കി വേണം മറിക്കാൻ കേട്ടോ, അല്ല അപ്പുറത്ത് ഇല്ല സാധനം കേട്ടോ. കഴിക്കാൻ അവസാനം ഒന്നും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതിയ ചില്ലി ചിക്കൻ ഡ്രൈ ഇരിക്കുന്ന രൂപവും ഭാവം കണ്ടില്ലേ. അതിന് മുകളിലേക്ക് ഇച്ചിരി ലീക്സും സ്പ്രിംഗ് ഓണിയങ്ങളും ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങ് മിക്സ് ചെയ്യുക. ചങ്ങാതി കണ്ടിട്ടൊരു രക്ഷയില്ല, കൊതി വന്നിട്ട് എനിക്ക് രക്ഷയില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. സാധനം വേറെ ലെവൽ. ഇതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടലിലേക്ക് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല കിട്ടിപ്പ സാധനമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്. കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. കപ്പലൊടിക്കാനുള്ള വെള്ളം വരുന്നുണ്ടോ? എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലിട്ട് നല്ല ഗാർണിഷൊക്കെ ചെയ്ത ശേഷം ഇത് കണ്ട പഞ്ഞി പോലെ ഇരിക്കുന്ന ചിക്കൻ ഒന്നും നോക്കട്ടെ, കണ്ണടച്ചങ്ങ് വയലേക്ക് വെച്ചു. എന്നിട്ടൊരു പിടുത്തം കുടിക്കും എൻ്റെ ചങ്ങാതി. വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോലും. ഡയറക്റ്റ് കഴിക്കാൻ തന്നെ എന്നെ സുഖമാണെന്നറിയോ. വേറെ ലെവലാണ്. ഇത് സ്നാക്സായിട്ടും ടച്ചിങ്സായിട്ടും വേണേൽ നിങ്ങൾക്ക് ഇത് ചപ്പാത്തിയോടെയും പൊറോട്ടയോടെയും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതൊന്നും നോക്കണ്ട, ചിക്കൻ മേടിക്കുക, ഒന്ന് ട്രൈ ചെയ്യാൻ എൻ്റെ ചങ്ങാതി. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ